നമസ്കാരം. അങ്ങനെ മണ്ഡലം ചുറ്റി നമ്മൾ മഹിളകൾ എത്തി നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കാനിരിക്കുന്ന ബേപ്പൂർ മണ്ഡലത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളോടൊപ്പം ഉള്ളത് ഇവിടുത്തെ സിറ്റിംഗ് MLA യും മന്ത്രിയുമായ ശ്രീ PA മുഹമ്മദ് റിയാസ് ആണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എങ്ങനെയാണ് പ്രചാരണം, അതോടൊപ്പം തന്നെ പ്രതീക്ഷകളൊക്കെ നമുക്ക് ചോദിക്കാം. നമസ്കാരം മിനിസ്റ്റർ. ഗുഡ് മോർണിംഗ്. മിനിസ്റ്റർ സുഖമായിട്ടിരിക്കുന്നു. ഏറെ ആത്മവിശ്വാസത്തിലാണെന്നറിയാം. നമ്മുടെ ഒരു യങ് ഫേസ് ആണ്. എന്താ പ്രതീക്ഷ? 82,000 എന്ന വോട്ട് 2021 ലഭിച്ചതൊരു സർവകാല റെക്കോർഡ് വോട്ടാണ്. ആ വോട്ട് മറികടക്കും. 82,000+ ആയിരിക്കും ഇത്തവണ LDFന്റെ വോട്ട്. ഈ ബേപ്പൂര് പണ്ട് തന്നെ അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് യൂറോപ്പുമായിട്ടൊക്കെ വാണിജ്യബന്ധമുണ്ട്. പക്ഷെ എന്നാലും മിനിസ്റ്ററിന് ചങ്കിൽ കൈവച്ച് പറയാൻ പറ്റില്ലേ ബേപ്പൂര് പഴയ ബേപ്പൂരല്ലാന്ന്? ഒരുപാട് വികസനം നടന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നടക്കുന്ന ഈ ബേപ്പൂർ മറീന ബീച്ച് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്താണ് നമുക്കറിയാം. 2016 LDF സർക്കാർ വന്നതിന് ശേഷമാണ് ഇവിടെയൊക്കെ വലിയ നിലയിലേക്കുള്ള മാറ്റങ്ങൾ വന്നത്. എല്ലാവർക്കും അറിയാം. അതുപോലെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ ഓരോന്നെടുത്ത് പറയുന്നില്ല. അതെ, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇപ്പൊ അങ്ങയുടെ എതിർ സ്ഥാനാർത്ഥികളെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് PV അൻവർ ആണ്, ഒപ്പം തന്നെ മറ്റൊന്ന് KP പ്രകാശ് ബാബു ആണ്. അതിൽ തന്നെ PV അൻവറിനെ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്കെതിരെയൊക്കെ വലിയ ആരോപണം ഉന്നയിച്ച് പുറത്തുപോയ ആളാണ് അദ്ദേഹം. ബേപ്പൂർ മണ്ഡലം തന്നെ വേണമെന്ന് പറഞ്ഞ് ചോദിച്ച് ഇവിടെ മത്സരിക്കുകയാണ് അങ്ങേക്കെതിരെ. പ്രത്യേകിച്ച് മരുമോനിസം, ഒപ്പം കുടുംബവാഴ്ച എന്നൊക്കെയുള്ള വലിയ ആരോപണങ്ങളൊക്കെ അദ്ദേഹം ഉയർത്തുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ ബാധിക്കുന്നതായിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അത് ഓരോരുത്തരുടെ രീതിയാണ്. ഇതിലേത് രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് നിശ്ചയിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അതേ രീതിയിൽ മറുപടി പറയണോ വേണ്ടയോ ഇത് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഇതിൽ ജനം ഏത് രീതിയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വോട്ടെണ്ണി കഴിഞ്ഞാൽ മനസ്സിലാവും. 82,000 എന്ന സർവകാല റെക്കോർഡ് വോട്ടിന് മറികടക്കാൻ സാധിക്കും. ഫസ്റ്റ് ടൈം വോട്ടേഴ്സ് ഉണ്ടല്ലോ, അവരുടെ മനസ്സിലിരിപ്പ് എന്തായിരിക്കും? നമ്മുടെ ജെൻസി കുട്ടികളൊക്കെ അവരുടെ ഒരു കാഴ്ചപ്പാടും അവരുടെ മനസ്സിലിരിപ്പ് എന്തായിരിക്കും എന്നാണ് മിനിസ്റ്റർ കരുതുന്നത്? അപ്പോൾ ഇവിടുത്തെ പുതിയ തലമുറ അവർ കൂടി മുന്നോട്ട് വെച്ച ഡെവലപ്മെൻറ്റ് യാഥാർത്ഥ്യമായതിനും തുടങ്ങി വെച്ചതിനും വലിയ ഹാപ്പിയാണ്. ഡെവലപ്മെന്റിന് ഇവിടെ ഒരു വോട്ടുണ്ട്, ഡബിൾ വോട്ട്. അതെ, ഡെവലപ്മെന്റ് ആണ്. അതായത് ഡെവലപ്മെന്റ് ഇഷ്ടപ്പെടുന്ന ഒരാൾ വോട്ട് ചെയ്യുക മാത്രമല്ല, അയാൾ വേറൊരാളെയും കൂടി വോട്ട് ഉറപ്പിക്കുന്നുണ്ട്. അതെ, ഡെവലപ്മെന്റ് തീർച്ചയായിട്ടും ഈ ഒരു തിരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ അപ്പോഴും അവിടെ ഏറ്റവും കൂടുതൽ പ്രതിപാദിപ്പിക്കപ്പെടുന്നത് വേറെ പലതുമാണ്. ഇപ്പൊ ഡീൽ ആരോപണം അതിലൊന്നാണ്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിലാണ് ഡീൽ. ഇപ്പൊ അങ്ങയുടെ ഭാര്യ വീണയ്ക്കെതിരായിട്ടുള്ള കേസ്, ഇതൊക്കെ തീർപ്പാക്കാൻ ഈ ഒരു ഡീൽ നടക്കുന്നത് BJPയും CPM തമ്മിലാണെന്നുള്ള വലിയ ആരോപണമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നിരവധി ആരോപണങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. അതൊക്കെ ഏതെങ്കിലും തരത്തിൽ മൊത്തത്തിൽ ഈ ഒരു തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? കേരളത്തിൽ BJP ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തെ ചെറുത്തതിന് ഏറ്റവും അധികം മനുഷ്യജീവൻ നഷ്ടപ്പെട്ട പാർട്ടിയാണ് CPIM. അതാണോ ഡീൽ? BJP ഉയർത്തുന്ന അപകടകരമായ പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള വിഷയം ഈ മണ്ണിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ് വിജ്ഞാപനമിറക്കിയ ഇന്ത്യയിലെ ഏക സ്റ്റേറ്റ് ഗവൺമെൻറ് പിണറായി വിജയൻ നയിക്കുന്ന LDF സർക്കാരാണ്. അതാണോ ഡീൽ? പൗരത്വ നിയമത്തെ ഒരു പരിച പോലെ ചെറുക്കാൻ നേറ്റിവിറ്റി കാർഡ് ഇന്ത്യയിൽ ആകെ ഇറക്കിയ സ്റ്റേറ്റ് കേരളമാണ്. അതാണോ ഡീൽ? അപ്പോൾ നമുക്ക് അറിയാം, കേന്ദ്രം നൽകേണ്ട ഫണ്ട് കേരളത്തിന് വെട്ടിക്കുറച്ച് കേരളത്തെ ശ്വാസം മുട്ടിച്ച് ഇല്ലാതാക്കാൻ സാമ്പത്തിക മേഖലയിൽ ശ്രമിക്കുന്നു. അതാണോ ഡീൽ? അപ്പൊ എന്തായാലും അങ്ങ് നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള ആ ഒരു വോട്ട് തന്നെയായിരിക്കും ഇത്തവണ ലഭിക്കുക എന്നുള്ള വലിയ ആത്മവിശ്വാസം അങ്ങേക്ക് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ LDF മുന്നോട്ട് വെച്ചിട്ടുള്ള വികസന രാഷ്ട്രീയം, ഇതെല്ലാം മുൻനിർത്തി തന്നെ ഈ വോട്ട് ഉറപ്പായും അത് LDFന് തന്നെ പോൾ ചെയ്യപ്പെടും എന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. അപ്പൊ നമ്മൾ ബേപ്പൂരിൽ നിന്നുള്ള യാത്ര ഇനിയും തുടരും. ഇനിയും ഒരുപാട് വാർത്തകളും വിശേഷങ്ങളുമായി ഞങ്ങൾ പ്രേക്ഷകർക്കൊപ്പം ചേരും. മിനിസ്റ്ററെ, ഓൾ ദി ബെസ്റ്റ്. അതെ, എന്തായാലും താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.